രാമായണ പാരായണ രീതി എങ്ങനെ? നിത്യം രാമായണം വായിക്കുന്ന രീതി ഇന്നും കേരളത്തിലുണ്ട്. ഏറ്റവും ഉത്തമമായ വായന അതുതന്നെ. പക്ഷേ കർക്കിടക മാസത്തിൽ വ്രതം പോലെ രാമായണം വായിക്കാനും മനനം ചെയ്യാനുമായി പിൽക്കാലത്ത് ശീലിച്ചു തുടങ്ങി. പഴയ കർക്കിടകകാലം അതിന് പറ്റുന്നതുമായിരുന്നു. കർക്കിടക മാസം കൊണ്ട് പൂർണ്ണമായി വായിച്ചു തീർക്കാൻ ഭഗവത് കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. വായിച്ചു തീർക്കുമെന്ന് സങ്കൽപ്പിക്കുക. പാരായണം. അശുഭ സംഭവങ്ങൾ വരുന്ന ഭാഗം പാരായണം ചെയ്ത് നിർത്തരുത്. ആ ഭാഗം തുടങ്ങുകയും ചെയ്യരുത്. ഒരു സന്ദർഭത്തിൻ്റെ മധ്യത്തിൽ വച്ച് നിർത്തരുത്. ചില ദിവസങ്ങളിൽ തലേ ദിവസം വായിച്ച ചില ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതായി വരും. കഥയുടെ ഒഴുക്കിനു വേണ്ടിയാണിത്. ശ്രീരാമ പട്ടാഭിഷേകം വരെയാണ് വായിച്ച് സമർപ്പിക്കേണ്ടത്. മലയാളിയുടെ ഉച്ചാരണശുദ്ധി. സത്യമായും സരസമായും ബുദ്ധിപരമായും അക്ഷരശുദ്ധിയോടെയും സംസാരിക്കാൻ രാമായണ പാരായണം സഹായിക്കുമെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. പാരായണ ചിട്ടകൾ. കുളിച്ച് ശുദ്ധി വരുത്തണം. ശുഭ്രവസ്ത്രം ധരിക്കുക. ഭസ്മമോ ചന്ദനമോ തൊടണം. നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. 2 or 5 തിരികളിടാം. കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് വായിക്കണം. ആവണിപ്പലകയിലിരുന്നാണ് പണ്ടുള്ളവർ വായിച്ചിരുന്നത്. തുടുക്കുപായോ കട്ടിയുള്ള തുണിയോ ഉപയോഗിക്കാം. വെറും നിലത്തിരുന്ന് വായിക്കരുത്. വെറും നിലത്ത് രാമായണം, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വയ്ക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഹനുമാന് വേണം ഒരു ഇരിപ്പിടം. രാമായണം വായിക്കുന്ന ദിക്കിൽ ശ്രീ ഹനുമാന്റെ സാന്നിധ്യമുണ്ട്. അതിനാൽ ആഞ്ജനേയനിരിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കിയിടണം. സന്ധ്യാവേളയിൽ ശ്രീ ഹനുമാന് സന്ധ്യാവന്ദനം ചെയ്യേണ്ടതുണ്ട്. ആയതിനാൽ ആ സമയം പാരായണം പാടില്ലെന്ന് പൂർവികർ ഉപദേശിക്കുന്നു. പാരായണത്തിന് മുൻപ് ശ്രീ മഹാഗണപതി, സരസ്വതി, ഗുരു, വാൽമീകി മഹർഷി, തുഞ്ചത്താചാര്യൻ, ശ്രീരാമൻ, ആഞ്ജനേയൻ ഇവരെ സ്മരിച്ചിട്ടു വേണം പാരായണം ആരംഭിക്കാൻ. അതിനുള്ള അർത്ഥസമ്പുഷ്ടമായ ശ്ലോകങ്ങൾ അനവധിയുണ്ട്. ഭാവി അറിയാൻ പകുത്തുവായന. രാമായണം പകുത്തു വായിച്ചാൽ ഭാവി ഫലം അറിയാനാകുമത്രേ. CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ നോവലിൽ ഇക്കാര്യം സ്പർശിക്കുന്ന ഭാഗമുണ്ട്. രാമസ്മരണയോടെ രാമായണം തുറക്കുക. അപ്പോൾ കിട്ടുന്ന വലതു പേജിലെ ആദ്യ 7 വരികൾ തള്ളി 8ാമത്തെ വരി വായിക്കുക. അതിലെ സൂചന ഭാവിയുമായി ബന്ധപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്നു. അഭീഷ്ടസിദ്ധിക്കായി പ്രത്യേക പാരായണം. ഓരോ ആഗ്രഹവും സാധിക്കാനായി ചില പ്രത്യേക ഭാഗങ്ങൾ പാരായണം ചെയ്യുന്ന പതിവുണ്ട്. വിരാടസ്തുതി. സത്കാര്യങ്ങൾ നേടാൻ. ആദിത്യഹൃദയം. ശത്രുദോഷശമനം. സുന്ദരകാന്ഡം. സർവകാര്യസിദ്ധി. വിവാഹം. ദാമ്പത്യ സൗഖ്യം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കേട്ടത് എങ്ങനെയാണ് രാമായണം വായിക്കേണ്ടത് എന്നാണ്. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകളുമായി വരാം. നന്ദി.